ഹലോ ദിസ് ഈസ് പൈത്തോൺ മലയാളം. പൈത്തോൺ മലയാളത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു ബട്ടണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഫംഗ്ഷൻ എങ്ങനെ ഒരു ബട്ടണിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ആ ഫംഗ്ഷനുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ബട്ടണിലെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം എന്നുള്ളതൊക്കെ കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓപ്പൺ യുവർ പൈത്തോൺ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് ആണിത്. നമ്മളത് പുതിയ എപ്പിസോഡിലേക്ക് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുക്കുന്നു. നമ്മൾ ഈ കമൻറ്റ് ചെയ്ത കോഡുകളൊക്കെ ഒഴിവാക്കുന്നു. നമ്മൾ നമ്മുടെ ബട്ടൺ കൊടുത്തിരുന്ന ക്വിറ്റ് എന്നുള്ളത് മാറ്റി ചേഞ്ച് എന്നാക്കുന്നു. അതുപോലെ തന്നെ ബട്ടൺ 200 മൂവ് ചെയ്ത് 100 പിക്സലും ബട്ടൺ റീസൈസ് 50 പിക്സൽ ഹൈറ്റും ആക്കുന്നു. നമ്മുടെ ഈവൻ്റ് നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നു. നമ്മളിനി റണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ, ഓക്കെ 50 എന്നുള്ളത് 500 ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ചേഞ്ച് എന്ന് പറയുന്ന ടെക്സ്റ്റ് വളരെ ചെറുതാണ്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈസ് കൂടുതലെന്ന് വരുന്നത് ഇങ്ങനെ ചെയ്യാം. നമുക്കിവിടെ സെൽഫ് ഡോട്ട് സെറ്റ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ പാരന്തസിസിൽ സിംഗിൾ കൊട്ടേഷനുള്ളിൽ ഫോണ്ട് സൈസ് ഈക്വൽ ടു 16 പിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ചേഞ്ച് നമുക്കത് 20 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം ചേഞ്ച്. സോ ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാൻ സെറ്റ് സ്റ്റൈൽ ഷീറ്റ്, ഫോണ്ടുകൾ മാത്രമല്ല, നമുക്ക് ഫോണിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു സെമി കോളൻ ഇടുക. എന്നിട്ട് കളർ ഈക്വൽ ടു ബ്ലൂ എന്നായിക്കോട്ടെ. ബ്ലൂ നമ്മൾ റണ്ടർ ചെയ്യുന്നു. ബ്ലൂ ടെക്സ്റ്റായി. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നമ്മൾ മറ്റൊരു ബട്ടണും കൂടി ക്രിയേറ്റ് ചെയ്യാം. സെക് ബട്ടൺ ഈക്വൽ ടു ക്യൂട്ട് ഗൂൾ ഡോട്ട് ക്യൂ പുഷ് ബട്ടൺ. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പുറത്തുള്ള ടെക്സ്റ്റ് ചേഞ്ച് മീ ഒബ്ലിഗേറ്ററി സെൽഫ് നമ്മൾ ആഡ് ചെയ്യുന്നു. സെക് ബട്ടൺ ഡോട്ട് മൂവ് അതിനെ നീക്കി വെക്കുന്നു. 200 പിക്സൽ വൈഡിൽ 150 പിക്സൽ താഴേക്കും. പിന്നെ സെക് ബട്ടൺ നമ്മൾ റീസൈസ് ചെയ്യുന്നു. 200 പിക്സൽ വീതിയും 50 പിക്സൽ ഹൈറ്റും ഉള്ള രൂപത്തിൽ നമ്മളതിനെ ആഡ് ചെയ്യുന്നു. നമ്മൾ ഓക്കെ, നമുക്കിതിനെ സെൻറ്റർ കുറച്ചും കൂടി അങ്ങോട്ടാക്കാം. അപ്പോൾ ഇവിടെ 150 ആക്കാം. ഓക്കെ, സോ ടു ലുക്ക് ലൈക്ക് ദിസ്. നൗ ചേഞ്ച് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ചേഞ്ച് മീ എന്നുള്ളത് മാറണം. ഓക്കെ, സോ നമുക്ക് മൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ബട്ടൺ ഡോട്ട് ക്ലിക്ക്ഡ് ഈ പാരന്തസിസ് ഒഴിവാക്കുക. കണക്ട് ഒരു പാരന്തസിസിൽ നമുക്കൊരു ഫംഗ്ഷൻ ആവശ്യമുണ്ട്. ബട്ടൺ ചേഞ്ച് ചെയ്ത ഫംഗ്ഷൻ, സിമ്പിൾ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ചേഞ്ച് ബട്ടൺ ടെക്സ്റ്റ് സെൽഫ് ബോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബട്ടണിൻ്റെ ചേഞ്ച് മീ എന്ന് പറയുന്ന ടെക്സ്റ്റാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. ഈ ബട്ടൺ എങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷന് കൊണ്ടുവരാം? നമ്മൾ ജസ്റ്റ് സെക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ആ ബട്ടൺ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ സെക്കൻഡ് ബട്ടൺ ഈ ഫംഗ്ഷൻ്റെ മാത്രം ഉള്ളിലുള്ള വേരിയബിളാണ്. ഇതാണ് അതിൻ്റെ സ്കോപ്പ്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് സെക് ബട്ടൺ യൂസ് ചെയ്യും. പുറത്തൊരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ സെൽഫ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ സെൽഫ് ഡോട്ട് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അതിനെ മാറ്റിയെഴുതാം. അപ്പോൾ നമ്മൾ സെക് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് റീഫാക്ചർ എന്ന് പറയുന്ന മെനുവിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റീഫാക്ചർ എന്ന് പറയുന്ന മെനുവിൽ നിന്ന് റീനെയിം സെലക്ട് ചെയ്യുക. ഇനി അതിന് മുമ്പ് സെൽഫ് ഡോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും സെൽഫ് എല്ലായിടത്തും ഒരുപോലെ ആഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അത് സെലക്ട് ചെയ്യാം. സെൽഫ് ഡോട്ട് സെക് ബട്ടൺ ഡോട്ട് അതിൻ്റെ ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം. സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. സെറ്റ് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ സെക്കൻഡ് ബട്ടണിലുള്ള ടെക്സ്റ്റ് നമുക്ക് മാറ്റാം. എന്താണ് മാറ്റേണ്ടത്? ഐ ആം ചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബട്ടണിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ? സെൽഫ് ഡോട്ട് ചേഞ്ച് ബട്ടൺ ടെക്സ്റ്റ്. ഇപ്പോൾ ഇവിടെ ചേഞ്ച് ബട്ടൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ 2 പാരന്തസിസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ റൺ ചെയ്യില്ല, പ്രോബ്ലം കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ പാരന്തസിസ് ഉള്ളിലുള്ള 2 പാരന്തസിസ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് പേര് മാത്രം ആഡ് ചെയ്താൽ മതി. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോ കിട്ടും. ചേഞ്ച് അടിക്കുന്നതും ഐ ആം ചേഞ്ച്ഡ്. സോ ദാറ്റ്സ് ഇറ്റ്.
നമുക്ക് ഈ ഫംഗ്ഷനിൽ കൂടുതലായിട്ട് നമുക്കൊന്നുകൂടി ചെയ്യണം സങ്കല്പിക്കാം. സെൽഫ് ഡോട്ട് സെക് ബട്ടൺ ഡോട്ട് മൂവ്. നേരത്തെ 150 നമുക്കത് എന്ത് ചെയ്യണം? 150 200 എന്നാക്കി. ഓക്കെ, അപ്പോൾ എന്താവും? കണ്ടോ, അത് ഒരു 150 200 മാറി. ഒറ്റ തവണയെ മാറുള്ളൂ, കാരണം 200 നമ്മൾ സെറ്റ് ചെയ്ത് 200 തന്നെ പോകുന്നു. നമുക്കതിനെ വലുതാക്കണം എന്ന് നോക്കാം. ബട്ടൺ റീസൈസ് 200 100 എന്നാക്കി. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. സോ ദിസ് ഈസ് ഹൗ a button and functions are working together. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് ആ മേഖലയിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബട്ടണിൻ്റെ മാത്രം ചേഞ്ച് മീ എന്ന് പറയുന്ന ഈ ബട്ടണിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന സങ്കല്പിക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. സെൽഫ് ഡോട്ട് സെക് ബട്ടൺ സെറ്റ് സ്റ്റൈൽ ഷീറ്റ് കളർ ഈക്വൽ ടു ബ്ലൂ. നമ്മൾ എന്ത് ചെയ്തു? ബട്ടൺ മാത്രം സെറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ മൊത്തം വിൻഡോക്ക് ടോട്ടൽ വിൻഡോ ഒബ്ജക്റ്റിനാണ് നമ്മൾ സെറ്റ് സ്റ്റൈൽ ഷീറ്റ് കൊടുത്തത്. ഇവിടെ ഈ ബട്ടൺ മാത്രം നമ്മൾ കളർ എന്ത് ചെയ്തു? കളർ റെഡ് കൊടുത്തു. ഓക്കെ, റെഡ്ന്ന് കണ്ടോ, കളർ റെഡ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വീണ്ടും കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സെക് ബട്ടൺ ഡോട്ട് സെറ്റ് സ്റ്റൈൽ ഷീറ്റ് എന്ത് ചെയ്യാം? കളർ നിങ്ങൾക്ക് മാറ്റാം. കളർ എന്താക്കാം? ബ്ലാക്ക്. പിന്നെ വേണമെങ്കിൽ ഫോണ്ട് സൈസ് മാറ്റാം. 20 പിക്സ് എന്നുള്ളത് നമുക്ക് 25 പിക്സ് ആക്കാം. പക്ഷെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എല്ലാം മാറി, ബ്ലാക്കായി, ഫോണ്ട് ചേഞ്ചായി, മാറ്റം വന്നു. ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഫോണ്ട് സൈസിൻ്റെ ഈ ഹൈഫൺ ഒരു സ്പേസ് ഞാൻ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആവും. കാരണം ഫോണ്ട് സൈസ് കൂടിയില്ല, കാരണം ഫോണ്ട് സൈസ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഹൈഫൺ കഴിഞ്ഞ സ്പേസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, I am changed. So that's all in this video. I hope you got something from this video. These are simple process. നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ അതിൽ നടത്തി നോക്കാവുന്നതാണ്. ബട്ടണിൻ്റെ സൈസ്, ബട്ടണിൻ്റെ പൊസിഷൻ, മുൻപ് പഠിച്ചു വെച്ച സ്ക്രിപ്റ്റിലെ ലൂപ്പുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൽ ഇനിയും ചേഞ്ചസ് വരുത്താവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പൈത്തൺ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.